കരുളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മുൻ മന്ത്രി ടി.കെ. ഹംസ ഉദ്ഘാടനം ചെയ്തു. ആ പാട്ട് 100 പേർക്ക് 10 പറ വിട്ടുന്ന 100 പറ പാട്ടും പഠിക്കാൻ കഴിയില്ല. 95 പഠിച്ച 5 പാർട്ടി ആ പാട്ടവർക്ക് കേസ് കൊടുത്ത് വിധി വാങ്ങി ഇവരെ ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കും. അതൊക്കെ നേരിട്ട് കണ്ടവനാണ് ഞാനൊക്കെ. ആ സ്ഥിതിയൊക്കെ മാറിയത് എന്നാ നിങ്ങൾക്കറിയില്ല. അതുപോലെ ഞാൻ താമസിക്കുന്ന കുടികിടപ്പിൽ യാതൊരു അവകാശവും ഇവരെ കൊലയിനോ ചേർമനോ നടക്കുന്നുമില്ല. പാവപ്പെട്ട മുഹമ്മദിനും ഇല്ലായ്മയിലും അവറാനുമില്ല. മുതലാളിന്റെ പറമ്പിൽ ഓലപ്പുര കെട്ടി മണ്ണിൽ വെള്ളത്തിൽ ചളിയിൽ കടന്നുറങ്ങുക. എപ്പോ വേണമെങ്കിലും പിടിച്ചു പുറത്തേക്കാക്കുക. ഇതൊക്കെ കഴുകി കടന്നു പോയതല്ലേ. അവനതിന്റെ മുറ്റത്ത് എന്തെങ്കിലും ഒരു പയറോ ചേമ്പോ വാഴയോ വെച്ചാൽ അത് കൊലച്ച് കായാവുമ്പോ ജഗ്ഗി വരും വെട്ടിക്കൊണ്ടുപോകാൻ. പിണറായിനെ 5 കൊല്ലം കൂടി ഭരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഇതുപോലെ നന്നായി പോവുകയാണെങ്കിൽ അപ്പൊ അറിയിക്കാം പിന്നെ വേണം വേണമെങ്കിൽ നമുക്ക് കേട്ടാം. നമ്മളിത് ഇട്ടേച്ചിട്ട് മറ്റൊന്ന് കഴിഞ്ഞ് പോയിട്ട് ചെയ്യുന്ന അക്രമക്കാണ്ട് വായി പോയിച്ച് നിൽക്കുന്ന ഗതികേട് നമുക്ക് ഉണ്ടാവരുത്. ഈ അന്തരീക്ഷം തുടർന്ന് സുന്ദരമായിട്ട് നമുക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മളെല്ലാവരും സഹായിക്കണം. നല്ല നല്ല പ്രവർത്തകന്മാർ ആവേശത്തോടു കൂടി നമ്മളെ മുമ്പിൽ വരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, സഹായിക്കുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി യു ഷറഫലി മുഖ്യപ്രഭാഷണം നടത്തുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വികസനം നടന്നത് മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നിയോഗിച്ചതെന്ന് അറിയുമ്പോൾ തന്നെ വലിയ സന്തോഷം. ഏകദേശം 2000 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം നടത്തിയെന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ ഒരു ഭാഗം ആ 7 പഞ്ചായത്തുകൾക്ക് മുസ്ലിം വർഗം വീതിച്ചാൽ തന്നെ 300-ലധികം കോടി രൂപയുടെ വികസനം കരുളായി പഞ്ചായത്തിൽ മാത്രം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കരുളായി വരെ അതുപോലെ തന്നെ നിലമ്പൂർ കരുളായി റോഡ് തുടങ്ങി ഓരോ റോഡുകളുടെയും നിലവാരം കാണുമ്പോൾ സത്യത്തിൽ അസൂയ തോന്നുന്നു. ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ ഒരു അവസരവും ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറെ അഭിമാനം. ഈ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ തുടർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായി മത്സരിക്കുന്ന എനിക്ക് വിജയിക്കുകയാണ് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. LDF കരുളായി പഞ്ചായത്ത് ചെയർമാൻ B വേണുഗോപാൽ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി K മോഹനൻ, കേരള കോൺഗ്രസ് B പ്രതിനിധി VV രവീന്ദ്രൻ, CPM ഏരിയ കമ്മിറ്റി അംഗം P ബാലകൃഷ്ണൻ, LDF കരുളായി പഞ്ചായത്ത് കൺവീനർ ഹാരിസ് പനോലൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ, LDF പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ചെയർമാൻ B വേണുഗോപാൽ, ജനറൽ കൺവീനർ ഹാരിസ് പനോലൻ എന്നിവരുടെ നേതൃത്വത്തിൽ 251 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. KL 71 ന്യൂസ് കരുളായി.